മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മളുടെ രേവതി കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഗ്രേസിൻ്റെയും അമ്മാശാനും കൂടി പുതിയ ഫോണൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ജോമോനൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഫോൺ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസിമ്മയുടെ ഫോണിൽ നിന്ന് അലീനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിവരം പറയാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം വൈജയന്തിനെ രാജീവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നെടുമ്പുരയിലേക്ക് വരികയാണ് നമ്മളുടെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ചെല്ലുന്ന കാര്യം നീ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഇല്ല രാജീവേട്ട, എന്തായാലും അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ ചെല്ലുന്നു. അലീനയാണ് കതവ് തുറക്കുന്നത്. അലീനേനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഇവളൊരു പൂതനയാണ്, ഈ വീടിൻ്റെ കലക്കാൻ വേണ്ടിയിട്ട് വന്നവളാണ്, എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നതെന്നൊക്കെയാണ് രാജീവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇവളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ, എന്താ നിൻ്റെ പേരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അമ്മേനെ കാണാമെന്ന് പറഞ്ഞിട്ട് രാജീവൻ പോവുകയാണ്. കൂടെ അലീനേനെ വിളിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് വന്നിട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അവർ സന്തോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇപ്പം എന്നെ കാണാൻ വന്നതൊന്നും അല്ല, ഇവിടുത്തെ വഴക്ക് തീർക്കാൻ വന്നതല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, വഴക്കും തീർക്കണമല്ലോ. അങ്ങനെ അലീനയുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സമ്മതിക്കില്ലേ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട്. അപ്പം രാജീവൻ പറയുന്നുണ്ട്, അതെന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല, ഇവിടെ വൈജയന്തിക്ക് ഒരു അവകാശങ്ങളും ഇല്ല. നമ്മൾ വൈജയന്തിനെ അവന് കല്യാണം കഴിച്ചു കൊടുത്തത് അടിമയെപ്പോലൊന്നും അല്ലല്ലോ. ഇവളുടെ അവകാശവും അധികാരവും ഇവൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ ഈ വീട്ടിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇവളാണ് ഈ വീടിൻ്റെ ഗൃഹനാഥ. അപ്പോൾ അവൾ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ, അവൾക്ക് അതിനുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മലീൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, 22 മണിക്കൂർ നിനക്ക് ഞാൻ സമയം തന്നിട്ടുണ്ട്. ആ 22 മണിക്കൂറിനുള്ളിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണമെന്ന് പറയുകയാണ്. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, വൈജയന്തിയോടും ചോദിക്കേണ്ട, ബാലേന്ദ്രൻ്റെ അടുത്തും പറയേണ്ട, ആരോടും പറയേണ്ട. ഇത് ഞാനാണ് പറയുന്നത്. ശിവേട്ടനും ഗംഗേട്ടനും ഒന്നും അല്ല ഞാൻ. രാജീവിന് വേറൊരു മുഖം കൂടിയുണ്ട്, അത് എന്നെ കൊണ്ട് നീ എടുപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അലീനേനെ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ കയറിപ്പറ്റി ഈ വീട്ടിലെ അധികാരവും എല്ലാം അവകാശവും എല്ലാം നേടിയെടുക്കാനായിരിക്കും നിൻ്റെ ഇഷ്ടം. നീ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അറിയാം. പക്ഷേ അത് ഈ വീട്ടിൽ നടക്കത്തില്ല. അതിന് നീ വേറെ കളം നോക്കിക്കോണമെന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അലീനേനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, രാജീവൻ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വൈജയന്തി പോകുന്നുണ്ട്. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ കയറുന്നില്ല, രാജീവേട്ടൻ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറയാം കേട്ടോ. അങ്ങനെ രാജീവൻ കയറിയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആദ്യം സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പം ബാലേന്ദ്രനും രാജീവ നീ എപ്പോഴാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഈ കാര്യത്തിലേക്ക് വരികയാണ്. ഇയാൾ എന്തിനാണ് ഇപ്പോൾ ഈ റൂമിൽ താമസിക്കുന്നത്, താഴത്തെ റൂമിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ രാജീവൻ ചോദിക്കുമ്പോൾ, ഇത് ഞാൻ കെട്ടിയ വീടല്ലേ, എനിക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാമല്ലോ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ വിഷയത്തിലേക്ക് വരികയാണ് കേട്ടോ. വൈജയന്തിയായിട്ട് എന്താണ് പ്രശ്നം, വൈജയന്തി ഭയങ്കര അവൾ ഭയങ്കര സങ്കടത്തിലാണ്, ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവളെ ഒന്ന് എന്ത് ചെയ്യണം, ദേഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവളെ മൊത്തത്തിലൊന്ന് വട്ടം കറക്കണം എന്നുള്ളതാണ് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ രാജീവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാജീവൻ അലീനയുടെ കാര്യം എടുത്തിടുന്നുണ്ട്. അലീന എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അവൾക്കിഷ്ടമല്ല ഇവിടെ നിൽക്കുന്നത്, അത് വൈജയന്തിക്ക് ഇഷ്ടമല്ല അലീന ഇവിടെ നിൽക്കുന്നത്, അവൾ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം അലീന ഇവിടെ നിൽക്കണമെന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന എൻ്റെ പെറ്റാണ്, അവളാണ് എൻ്റെ ഊന്നുവടി, അവൾ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കുടുംബം തകരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, പിന്നെ അവളെ എൻ്റെ ഒരു ആയുധമാണ്, ഒരു ആറ്റം ബോംബാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്താണ്, ഈ വീട് അവളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീട് തകർന്ന് തരിപ്പണമാവും, അതുകൊണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അലീനനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നുള്ളതും വൈജയന്തി എന്ത് തെറ്റാണ് ചെയ്തതെന്നും ബാലേന്ദ്രനെ എന്ത് കാര്യത്തിലാണ് അവൾ പറ്റിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാനിനി പറയണമെങ്കിൽ തരണോ, ഞാനായിട്ട് തന്നെ പറഞ്ഞു തരണോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ രാജീവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ ശരിക്കും നമ്മളുടെ അലീനേനെ ഒന്ന് ഭീഷണിപ്പെടുത്താനും അതേപോലെ ബാലേന്ദ്രനെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് ബാക്കിയുള്ളത് കാണാം.